രേണുസുതിയുമായി ബന്ധപ്പെട്ട് തനിക്ക് ലഭിച്ച ചില വിവരങ്ങൾ വീഡിയോ വഴി പുറത്തുവിട്ട് ഷെഫീന ബീബി. രേണുവിന് ക്യാൻസർ കണ്ടെത്തിയതായി താരം ചികിത്സയ്ക്കായി എത്തിയ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയുടെ സഹോദരി തന്നോട് പറഞ്ഞുവെന്ന് ഷെഫീന ബീബി പറയുന്നു. ആ പെൺകുട്ടിയുടെ പേരും ചാറ്റ് വോയിസും ഷെഫീന പുറത്തുവിട്ടു. രേണുവിന് എതിരെ വരുന്ന വീഡിയോകൾ നിലനിർത്താൻ വേണ്ടിയാണോ ഇങ്ങനെ കാര്യം പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നും അറിയില്ല. 2 ദിവസം മുമ്പാണ് എൻ്റെ കയ്യിൽ ഈ വാർത്ത എത്തിയത്. എന്നിട്ടും 2 ദിവസം ഇതേക്കുറിച്ച് ഞാൻ സംസാരിക്കാത്തതിൻ്റെ കാരണം കൺഫർമേഷൻ കിട്ടിയില്ല എന്നതാണ്. കേട്ടത് ശരിയാണോ അല്ലയോ എന്നത് അറിയാൻ നമ്മൾ അത് പറയരുത്. നിരന്തരമായി ഇക്കാര്യം പറഞ്ഞ് ആ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് പബ്ലിക് സപ്പോർട്ടിന് വേണ്ടി ഞാൻ ഈ വീഡിയോ ഇടുകയാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബോധമുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികളല്ല രേണു ചെയ്യുന്നത്. ലൈവിൽ വന്ന് റോഡും ക്രോഡ് പ്രവൃത്തികളും കാണിക്കുന്നുണ്ട്. ആ പ്രവൃത്തികളും ഇത്തരം അസുഖം വെച്ചിട്ടാണ് രേണു ചെയ്തതെന്ന് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സത്യം എന്താണെന്നറിയില്ല. കിട്ടിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണെന്ന് മാത്രം. എനിക്ക് വോയിസ് മെസ്സേജ് അയച്ച പെൺകുട്ടി വർക്ക് ചെയ്യുന്ന ആശുപത്രിയിലേക്ക് രേണു ചെക്കപ്പിന് വന്നിട്ടുണ്ടായിരുന്നത്രേ. ദുബായിൽ ബ്രസ്റ്റ് സർജറിക്ക് പോയപ്പോഴാണ് ഇത് മനസ്സിലായെന്ന് പറയുന്നു. അതിനുശേഷം കൂടുതൽ പരിശോധനയ്ക്കും ചെക്കപ്പിനും വേണ്ടിയാണത്രേ ഈ ആശുപത്രിയിലേക്ക് പോയതെന്ന് പറയുന്നു. ചെക്കപ്പ് നടന്നു. അതിൽ അങ്ങനെ ഒരു അസുഖം ഉള്ളതായി കണ്ടെത്തിയെന്നും പറയുന്നു. ഇതെല്ലാം എന്നോട് വന്ന് പറഞ്ഞതിലൂടെ എനിക്ക് ആ കുട്ടിയെ ഉദ്ദേശിച്ചൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ കാലുകളെ കളിയാക്കി രേണുവിന് വേണ്ടി ഞാൻ സംസാരിക്കണം എന്നാണ് കുട്ടി ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് പറ്റില്ല എന്ന് ഷെഫീന ബീബി പറഞ്ഞു. ഷെഫീന പുറത്തുവിട്ട വോയിസ് ക്ലിപ്പിൽ ആ പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്. പരുമലയിലെ ആശുപത്രിയിലാണ് ട്രീറ്റ്മെൻറ്റ് ചെന്നത്. എൻ്റെ ചേച്ചി അവിടെയാണ് ജോലി ചെയ്യുന്നത്. അതുൽ ബ്ലോഗിലേക്ക് അറിയാം ഇക്കാര്യം. ദുബായിൽ വെച്ച് ചെക്കപ്പിൽ അറിഞ്ഞതുകൊണ്ട് അതുമായി ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വന്ന് PTA സ്കാനിങ്ങിനാണ് വന്നത്. ആരും പക്ഷേ വീഡിയോ ഇട്ടില്ല. രേണുവിന് ഇഷ്ടമായിരുന്നില്ല. പക്ഷേ ഇത് കേട്ടപ്പോൾ വിഷമം തോന്നുന്നു. എന്നിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. പുള്ളിക്കാരി ലേറ്റസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ 2, 3 വട്ടം കമന്റ് ടൈപ്പ് ചെയ്തിരുന്നു. പെൺകുട്ടിയുടെ വോയിസ് ഇതായിരുന്നു. ഞാൻ ഇത് നേരത്തെ അറിഞ്ഞിരുന്നു. ഒരാഴ്ചയായി അറിഞ്ഞിട്ടുണ്ടെന്ന് യൂട്യൂബർ അത് വ്ലോഗും പറയുന്ന വീഡിയോ കേൾക്കാം. വിവരം തന്ന ആ കുട്ടിയുടെ ദുബായ് നമ്പറിൽ വാട്സപ്പിൽ നിന്നാണ് മെസ്സേജ് വന്നത്. മെഡിക്കൽ റിപ്പോർട്ട് ചോദിച്ചാൽ എന്നെ വിരട്ടി. പ്രോപ്പർ ഡോക്യുമെൻ്റ് ഇല്ലാതെ ഞാൻ പറയാറില്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത്. ആർക്കും ഈ അസുഖം വരരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് 2 നാത്തൂന്മാരെ ഈ അസുഖം മൂലം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രത്തോളം വേദന അനുഭവിച്ചേക്കേണ്ടി വരും.